സ്ക്വിഡ് ഗെയിമിന്റെ സീസൺ 2 കണ്ടതിന് ശേഷം എല്ലാവരുടെയും മനസ്സിലുണ്ടായിരിക്കുന്ന ഒരു ക്യാരക്ടർ തന്നെയായിരിക്കും ഈ ഒരു ആൺകുട്ടിയുടെ ഡോൾ. സീസൺ 1-ലും സീസൺ 2-ലും നമ്മൾ കണ്ടിട്ടുള്ളതാണ് റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗെയിമും ആ ഗെയിമിൽ ഈ ഒരു പെൺകുട്ടിയുടെ ഡോളും. അപ്പോൾ സീസൺ 2-ന്റെ ഏറ്റവും അവസാനം ആൺകുട്ടിയുടെ ഡോൾ കാണിച്ചപ്പോൾ എന്തായിരിക്കും അത് എന്നുള്ള ഡൗട്ടിൽ തന്നെയായിരുന്നു കൂടുതൽ പേരും ഉണ്ടായിരുന്നത്. പല ഫാൻ തിയറികളും കേൾക്കുന്നുണ്ട്, അതിൽ ചിലത് നമുക്ക് നോക്കാം. സ്ക്വിഡ് ഗെയിമിന്റെ സീസൺ 2-ലെ മിഡ് ക്രെഡിറ്റ് സീനായിട്ടായിരുന്നു ഈ ഒരു പാവക്കുട്ടിയെ കൂടി കാണിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെയുള്ള ആളുകൾ പെൺ പാവക്കുട്ടിയുടെ അടുത്തേക്ക് പോകുമ്പോൾ ആൺ പാവക്കുട്ടിയെ അപ്പുറത്തെ സൈഡിൽ കാണിക്കുന്നതായിട്ടായിരുന്നു നമ്മൾ കണ്ടത്. ഇവർക്ക് രണ്ടുപേർക്കും ശരിക്കും പേരുകളുണ്ട്. പെൺ പാവക്കുട്ടിയുടെ പേര് യോങ് ഹി എന്നാണ്, ആൺ പാവക്കുട്ടിയുടെ പേര് ചുൾസു എന്നാണ്. 2022-ൽ തന്നെ ഈ ഷോയുടെ ക്രിയേറ്റർ യോങ് ഹിയുടെ ബോയ് ഫ്രണ്ടിനെ കുറിച്ച് ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇങ്ങനെ ഒരു ക്യാരക്ടർ വരും എന്നുള്ളതിനെ കുറിച്ച്. ഈ യോങ് ഹിയും ചുൾസുവും സൗത്ത് കൊറിയയിലെ കുട്ടികൾ വായിക്കുന്ന കഥാപുസ്തകങ്ങളിലെ കഥാപാത്രങ്ങളാണ്. അതായത് ചെറിയ കുട്ടികൾക്ക് വായിക്കാനും പഠിക്കാനും വേണ്ടിയിട്ട് നമ്മൾ ചെറുപ്പത്തിലേ കൊടുക്കുന്ന ചെറിയ ചെറിയ കഥകളില്ലേ, അങ്ങനെയുള്ള കഥകളിലെ രണ്ട് ക്യാരക്ടേഴ്സാണ് യോങ് ഹിയും ചുൾസും. ഇവർ രണ്ടുപേരും ബോയ് ഫ്രണ്ട് ആൻഡ് ഗേൾ ഫ്രണ്ട് ആയിട്ടാണ് ആ കഥകളിൽ പറയപ്പെടുന്നത്. നമ്മുടെ സ്ക്വിഡ് ഗെയിമിൽ കുട്ടികളുടെ ഗെയിമും വയലൻസും കൂടി മിക്സ് ചെയ്തിട്ടാണല്ലോ കാണിക്കുന്നത്. അതുപോലെ തന്നെ കുട്ടികളുടെ ഇടയിലുള്ള പ്രണയവും കൂടിയാണ് ഈ ചുൾസു ആൻഡ് യോങ് ഹിയിലൂടെ ഉദ്ദേശിക്കുന്നത്. അമേരിക്കയിലുള്ള ജാക്ക് ആൻഡ് ജിൽ പോലെ തന്നെയാണ് യോങ് ഹിയും ചുൾസുവും പറയപ്പെടുന്നത്. അതിലേറ്റവും വലിയൊരു തിയറി എന്താണെന്ന് വെച്ചാൽ സീസൺ 3-ലെ ഇവരുടെ ഗെയിം, യോങ് ഹിയും ചുൾസുവും കൂടി ആഡ് ചെയ്തിട്ടുള്ള ഗെയിം ജാക്ക് ആൻഡ് ജിലിന്റെ നഴ്സറി റൈം അവിടെ പാടിക്കൊണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഗെയിം ആയിരിക്കും എന്നുള്ളതായിരുന്നു. അതായത് പ്ലെയേഴ്സ് എല്ലാവരും ഒരു പാത്രത്തിൽ വെള്ളം നിറച്ചുകൊണ്ട് ഒരു കുന്ന് കയറി പോവുക എന്നുള്ളത്. നമ്മുടെ റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റ് തന്നെ കുറച്ചും കൂടി അഡ്വാൻസ് ലെവലായിട്ടുള്ള ഒരു വേർഷൻ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ആ വെള്ളം അപ്പുറത്തെ സൈഡിലേക്ക് ആരൊക്കെ എത്തിക്കുന്നോ, അതും സമയത്തിനുള്ളിൽ എത്തിക്കുന്നോ, അവരായിരിക്കും വിജയിക്കുക. ഈ സമയത്ത് റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റ് ഒന്നെങ്കിൽ പറയുകയോ അല്ലെങ്കിൽ സീസൺ 2-ന്റെ ഏറ്റവും അവസാനം ടീസ് ചെയ്തിട്ടുള്ളതുപോലെ ഒരു ട്രാഫിക് ലൈറ്റിലൂടെ അത് കാണിക്കുകയോ ചെയ്യുകയായിരിക്കും. ഇതൊരു തിയറി ആയിട്ട് കേൾക്കുന്നതാണ്. പക്ഷേ ഇതുവരെ സ്ക്വിഡ് ഗെയിമിന്റെ സീസണുകളിൽ കൊറിയൻ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഗെയിമുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ തിയറി അത്രത്തോളം കാര്യമാക്കേണ്ടതെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു ട്രാഫിക് ലൈറ്റ് അവിടെ കാണിച്ചതുകൊണ്ട് ഇത് റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റിന്റെ ഒരു മോഡിഫൈഡ് വേർഷൻ ആയിരിക്കും എന്നുള്ളത് കൂടുതൽ പേരും പ്രൊഡിക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിനു മുൻപേ കാണിച്ചിട്ടുണ്ടായിരുന്ന ഗെയിമുകൾ റിപ്പീറ്റ് ചെയ്യാതെ പുതുതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്നുള്ളതും നമുക്കറിയാൻ കഴിയുന്നു. ഈ സിനിമയുടെ ക്രിയേറ്റർ തന്നെ പറയുന്നത് ചുൾസുവിനെ വെച്ചിട്ട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പുതിയ ഗെയിം ആയിരിക്കും ഞങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതും ഒരു വലിയ ട്വിസ്റ്റ് അതിലൂടെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തൊക്കെ വിചാരിച്ചിരുന്നാലും അതിനേക്കാൾ മുകളിലുള്ളൊരു സംഭവം തന്നെയായിരിക്കും സ്ക്വിഡ് ഗെയിമിലൂടെ നമുക്ക് കാണാൻ കഴിയുക സ്ക്വിഡ് ഗെയിമിന്റെ സീസൺ 3-യിലൂടെ. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ക്യാരക്ടറുമായിട്ട് വരാൻ വേണ്ടി പോകുന്നത് ഏത് തരത്തിലുള്ള ഗെയിം ആയിരിക്കും? വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യൂ.